കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ തൻ്റെ ഭക്തനായ ശലോമോനോട് ഒരു വരം ചോദിക്കാൻ പറയുകയാണ്. അപ്പോൾ നാം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാറുണ്ട്, ദൈവസന്നിധി ചിലപ്പോൾ ഏറെ നേരം കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മുടെ വേദനകളും എല്ലാം ദൈവസന്നിധിയിൽ നാം നിരത്തും. പക്ഷേ നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ ആദ്യം ഇതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ശലോമോൻ ദൈവത്വ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ 1000 ഹോമയാഗങ്ങൾ കഴിച്ചു എന്ന് കാണുന്നു ദൈവസന്നിധിയിൽ. അപ്പോൾ 1000 ഹോമയാഗങ്ങൾ കഴിച്ചിട്ട് ആണ് താൻ കടന്നു ഉറങ്ങുവാൻ കടന്നത്. അപ്പോൾ ഹോമയാഗം എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയ ദൈവമക്കളെ, പണ്ട കാലങ്ങളിൽ ദൈവം ഈ ബലി അർപ്പിക്കുന്നതിൽ, യാഗങ്ങൾ ചെയ്യുന്നതിൽ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ യാഗങ്ങളിലല്ല, അതരയാഗങ്ങളായ സ്തോത്രയാഗങ്ങളിലാണ് കർത്താവ് ഏറെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ 1000 സ്തോത്രം, ഈ 1000 അതിൻ്റേതായ മാടുകൾ എല്ലാം ഉണ്ടാക്കി വരുവാൻ ഇത്രയും സമയവും ചെലവുമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിന് താൻ രാജാവായതിന് ദൈവം നന്ദി പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുവാൻ കിടന്നു. അപ്പം ഗിബയിൽ കിടക്കുന്ന സമയത്ത് രാത്രി സ്വപ്നത്തിൽ ദൈവം വന്ന് ചോദിച്ചു, നിനക്ക് ഇഷ്ടമുള്ള ഒരു വരം ചോദിക്കുക എന്ന് പറയുകയാണ്. പ്രിയ ദൈവവൈതലേ, ഇങ്ങനെയാണ് വന്ന് നമ്മളോട് ദൈവം വരം ചോദിക്കുവാൻ പറയുകയാണെങ്കിൽ നാം എന്താണ് ദൈവത്തോട് ചോദിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയ ദൈവപൈതൽ, അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ വയ്ക്കുന്നതിന് മുമ്പേ ആദ്യം നാം ദൈവത്തിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്തോത്രയാഗങ്ങൾ അല്ലെങ്കിൽ നന്ദി അർപ്പണം ചെയ്യണം. ദൈവത്തിന് നാം നേരത്തെ ചെയ്ത് തന്നിട്ടുള്ളത്, നമുക്ക് തന്ന ജീവന്, നമുക്ക് തന്ന സുഖത്തിന്, നമുക്ക് തന്ന സൗകര്യങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു തന്നുകൊണ്ടിരുന്നു അങ്ങനെ നാം കുറച്ചു കാലം അനുഭവിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ചിലപ്പം ബലഹീനത കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാം. അപ്പോൾ ഒരു സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് മറുപടി തന്ന ഒരു ദൈവമാണ്. അല്ലെങ്കിൽ ഒരു സമയം കഷ്ടത്തിലിരുന്ന നമുക്ക് ഇപ്പോൾ അതിൻ്റെതായ ഒരു നല്ലൊരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഏതവസ്ഥയിലായിരുന്നാലും ദൈവത്തിന് നാം നന്ദി പറയുവാനും നാം അതിനുള്ള ആ ഒരു ആരാധന ദൈവത്തിന് വേണ്ടി നാം ചെയ്യുവാൻ നാം മനസ്സ് കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ദൈവമെന്ന് ചോദിക്കും നമ്മോട്, ദൈവം ചെയ്യുന്ന നീ എന്താണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കും. പ്രിയ ദൈവത്തിൽ ആദ്യം നമ്മുടെ പെറ്റിഷനുകൾ അല്ലെങ്കിൽ നമ്മുടെ പരാതികളല്ല ദൈവസന്നിധിയിൽ നാം വയ്ക്കേണ്ടത്. ഒരു പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് വർണ്ണിക്കുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാനും നാം മറന്നു കളയരുത്. അപ്പോൾ ദൈവം നമ്മോട് ചോദിക്കും. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെടും. നീ ഇച്ഛിക്കുന്നത് എന്താണെന്ന് നമ്മോട് ചോദിക്കും. സങ്കീർത്തന 20 പറയുന്നത് പോലെ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നിറവേറ്റിത്തരട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവ് നിറവേറ്റിത്തരും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും കർത്താവെ ഞങ്ങൾ പിറുപിറുത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മാത്രം നിൻ്റെ സന്നിധിയിൽ നിരത്തുന്നവരായിട്ടല്ല കർത്താവെ, ഞങ്ങളുടെ പരാതികൾ നിൻ്റെ സന്നിധിയിൽ ദൈവം ഞങ്ങൾ നിരത്തുന്നതിന് മുമ്പായിട്ട് അങ്ങ് എത്ര നല്ലവനാണെന്നും കർത്താവെ ഞങ്ങൾ രുചിച്ചറിഞ്ഞ അങ്ങയുടെ നന്മയെ ഓർത്ത് അങ്ങയ്ക്ക് മഹത്വം കരയറ്റുവാനും നന്ദി പറയുവാനും നാം മറന്നു പോകാതെ കർത്താവെ ഒരു നന്ദിയുള്ള ജീവിതം ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.